എല്ലാവർക്കും ഷജീസ് വ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പം എല്ലാവരും ഡേ 1 മുതൽക്ക് ഡേ 26 വരെയും പ്രാക്ടീസ് ചെയ്ത് കാണുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും ഡേ 1 മുതൽക്ക് ഡേ 26 വരെയും പ്രാക്ടീസ് ചെയ്തവര് ഡൺ എന്നിടുക കമന്റ് ബോക്സിൽ. എല്ലാം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിന്റെ പ്രാക്ടീസുകളാണ് ചെയ്തത് അല്ലേ? നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ പോസിറ്റിവിറ്റിയും നമ്മുടെ ആ ഒരു ഹാപ്പിനെസ്സും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് നമ്മുടെ ഡേ 27 ആണ്. ഇനി ഒരേ ഒരു ദിവസം കൂടിയേ നമുക്കുള്ളൂ. ഈ ഡേ 27 അല്ലെ പ്രാക്ടീസ് എന്ന് പറയുന്നത് മാജിക് മിറർ ആണ്. എന്താണ് ഈ മാജിക് മിറർ എന്നല്ലേ? നമ്മൾ ഇത്രയും ദിവസം നമ്മൾ ഡേ 1 മുതൽക്ക് ഡേ 26 ഡേയ്സ് വരെയും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതിനെ കുറിച്ച് പ്രാക്ടീസ് ചെയ്തു അല്ലേ? നമുക്ക് എങ്ങനെയൊക്കെ പറയാം, ആരോടൊക്കെ എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ്, ഏതൊക്കെ മേഖലകളില് നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ബ്രീത്ത്, അതുപോലെ നമ്മുടെ വെൽത്ത്, നമ്മുടെ റിലേഷൻഷിപ്പ്, എല്ലാത്തിനെ കുറിച്ചും നമ്മൾ പറഞ്ഞു അല്ലേ? നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ളത് ആരോടാണ്? അത് നമ്മൾ മറന്നുപോയി. ആരോടാ നമ്മൾ ഏറ്റവും കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ളത്? നമ്മൾ ഏറ്റവും കൂടുതൽ നന്ദിയുള്ളത് ആരോടാണ് നന്ദി ഉണ്ടാവേണ്ടത് നമുക്ക്? തീർച്ചയായിട്ടും അത് നമ്മളോട് തന്നെയാണ്. നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പ്രാക്ടീസും കൂടിയാണ് കേട്ടോ ഇത്. നമ്മൾ നമ്മളെ സ്നേഹിക്കുക, സെൽഫ് ലവ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ നമ്മളെ സ്നേഹിക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് നമ്മളെ സ്നേഹിക്കാൻ തോന്നുന്നത്. നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ? നമ്മുടെ ഉള്ളിലുള്ള നമ്മൾ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? ആ വ്യക്തിയുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ചോദിക്കാറുണ്ടോ? കണ്ണാടിയിൽ പോയി നിന്ന് നോക്കിയിട്ട് നമ്മൾ നമ്മളോട് താങ്ക്സ് പറയുക. ചിലർക്ക് കണ്ണാടിയിൽ നോക്കുന്നത് തന്നെ ഇഷ്ടമില്ല. ചിലർക്ക് ചിലരുടെ രൂപം തന്നെ ഇഷ്ടമില്ല. ചിലര് അവനവനെ തന്നെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് കിടക്കും. ഇതെന്തോ ഞാൻ മാത്രം എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? എനിക്കെന്താ ദൈവം സൗന്ദര്യം തന്നില്ലേ? എന്റെ പ്രപഞ്ചശക്തി എന്താ എന്നോട് ഇങ്ങനെ ചെയ്തത്? എല്ലാവരും നല്ല കോൺഫിഡന്റ് ആയിട്ടും എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊക്കെ ഇരിക്കുന്നു. ഞാൻ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളെ തന്നെ നമ്മൾ കുറ്റം പറയുമല്ലേ? അത് പാടില്ല ഒരിക്കലും. നമ്മൾ നമ്മളെ കുറ്റം പറഞ്ഞാല് തീർച്ചയായിട്ടും മറ്റുള്ളവരും നമ്മളെ കുറിച്ച് അത് തന്നെ പറയും. നമ്മൾ നമ്മളെ സ്നേഹിക്കുക. നമ്മൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുക. ഒരു നല്ല ഭക്ഷണം കഴിക്കാനാണ് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം അത് നമ്മൾ ഉണ്ടാക്കി കഴിക്കുക. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് അത് നമ്മൾ നമുക്ക് തന്നെ കൊടുക്കുക. നമ്മൾ കോംപ്ലിമെന്റ് പറയുക. നമ്മൾ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് യു ആർ പെർഫെക്റ്റ്, യു ആർ സോ ബ്യൂട്ടിഫുൾ, then you are confident. അങ്ങനെ നമ്മൾ സെൽഫ് ലവ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് സെൽഫ് കോൺഫിഡന്റ് ഉണ്ടാവും. ആ കോൺഫിഡന്റിൽ കൂടെ നമുക്ക് പോസിറ്റീവ് തോട്ടുകൾ ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയേ. നിങ്ങളുടെ കണ്ണാടിയുടെ മുന്നിൽ പോയി എന്ന് നിങ്ങൾക്ക് ഇന്ന് വരെ നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾ തന്നെ നേടിയെടുത്ത കാര്യങ്ങൾക്ക് നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് നന്ദി പറഞ്ഞു നോക്കിയേ. നമ്മൾ നമ്മളോട് തന്നെ നന്ദിയുള്ളവരായിരിക്കുമ്പോൾ ഒരു 100 പേര് നമ്മളിലേക്ക് നമ്മളെ ആകർഷിക്കപ്പെടും. അതായത് നമ്മളിലേക്ക് വന്നിട്ട് ഒരു 100 കാര്യങ്ങൾ അവർ നമുക്ക് വേണ്ടി ചെയ്തു തരും. നമ്മൾ നമ്മളോട് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. നമ്മൾ നമ്മളെ എല്ലാത്തിനേക്കാളും ഉപരി നമ്മളെ സ്നേഹിക്കണം. നമ്മളെ സ്നേഹിക്കാനുള്ള ഒരു വിശാലമായിട്ടുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവുമ്പോഴേ നമുക്ക് മറ്റൊരാളിനെ അവിടെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. അവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഇത് ആലോചിക്കേണ്ടുന്ന കാര്യമാണ്. സെൽഫ് ലവ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഉറപ്പായിട്ടും നമുക്ക് അതിനുള്ള മാറ്റങ്ങൾ നമ്മുടെ ആ മുഖത്തും നമ്മുടെ ശരീരത്തിലും ഒക്കെ അതിന്റെ ആ ഒരു വൈബ്രേഷൻ അതുണ്ടാവും. കാരണം നമ്മൾ നമ്മളെ സ്നേഹിക്കുകയാണ്. നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള കോംപ്ലിമെന്റുകൾ കൊടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. മൈൻഡിനെ നമ്മൾ രൂപപ്പെടുത്തി എടുക്കുവാണ്. നമ്മൾ അത്രയും നമ്മുടെ കോൺഫിഡന്റ്, നമ്മുടെ മൈൻഡ് നല്ല ഹാപ്പി ആയിട്ട് നല്ല പോസിറ്റീവ് ചിന്തകളോടുകൂടി ഇരിക്കണമെങ്കിൽ നമ്മൾ ശരിക്കും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാവണം. നമുക്കുള്ളിലുള്ള നമ്മളെ നമ്മൾ സ്നേഹിക്കണം ആത്മാർത്ഥമായിട്ട്. നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നമ്മൾ ഇട്ടിട്ട് നമ്മുടെ കണ്ണാടിയിൽ പോയി നോക്കുക. വെരി നൈസ്, യു ആർ സോ ബ്യൂട്ടിഫുൾ നൗ എന്ന് നമ്മൾ പറയുക. അത് നമ്മൾ നമുക്ക് കൊടുക്കുന്ന ഒരു കോംപ്ലിമെന്റ് ആണ്. അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങി നോക്കിയേ. ഒരു 100 പേര് നിങ്ങളോട് പറയും യു ആർ ലുക്കിംഗ് സോ ഗ്രേറ്റ് ടുഡേ, അല്ലെങ്കിൽ യു ആർ ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ എന്നൊക്കെ നമ്മളോട് പറയും. നമ്മൾ അത്രയും നല്ല പോസിറ്റീവ് എനർജിയിലേക്ക് എത്തും. അതുകൊണ്ട് നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. മിറർ പ്രാക്ടീസിങ് എവരിഡേ നിങ്ങൾ ചെയ്യുക.
നിങ്ങൾക്ക് ജീവിതത്തിൽ നേടാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മിററിന് മുന്നിൽ പോയി നിന്നിട്ട് നിങ്ങൾ അതൊരു പ്രതിജ്ഞ എടുക്കുക. യു ക്യാൻ ഡു ഇറ്റ്. നിനക്കത് ചെയ്യാൻ കഴിയും. ഐ വിൽ ഡു ഇറ്റ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ആ കാര്യത്തിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കിയേ, നമുക്ക് ആ ചേഞ്ച് നമുക്ക് മനസ്സിലാവും. ഞാനും നിങ്ങളെപ്പോലെ ഒരു സാധാരണ ഒരു ആളായിരുന്നു കേട്ടോ. ഞാനിത് പഠിച്ചു ഇതിലേക്ക് വരുന്നതിന് മുന്നേ ആയിട്ട് ഞാനും നിങ്ങളെപ്പോലെ എപ്പോഴും നെഗറ്റിവിറ്റിയുമായിട്ട് നടന്ന ആളായിരുന്നു. പക്ഷെ എനിക്ക് എപ്പോഴും ഒരു കോൺഫിഡന്റ് ലെവൽ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത് ശരിക്കും. ഏത് നെഗറ്റീവ് സിറ്റുവേഷൻസ് വന്നാലും അതിൽ നിന്നൊരു പോസിറ്റിവിറ്റി കണ്ടെത്തി അതിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട് മുന്നേയും തന്നെ എനിക്ക് ഒരു ഒരു എന്താ പറയാ, അതെനിക്ക് പടച്ചോൻ തന്നൊരു അനുഗ്രഹമാണെന്ന് തോന്നുന്നു. അത് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എപ്പോഴും. ഈ സെൽഫ് ലവ് ഒക്കെ ഞാൻ ഈയിടെയായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുന്നതും അതിനുള്ളിലുള്ള സീക്രട്ടും ഒക്കെ. അപ്പം എല്ലാവരും സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. എല്ലാവരും മിറർ പ്രാക്ടീസിങ് ഡെയിലി ചെയ്യുക. എല്ലാ ദിവസവും കണ്ണാടി നോക്കാത്തവർ ആരുമില്ല അല്ലേ? കണ്ണാടിയിൽ ചെന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ താങ്ക് യു പറയുക. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, ഐ ലവ് യു. നമ്മള് യു ആർ സോ ബ്യൂട്ടിഫുൾ, യു ആർ എ വിന്നർ, അല്ലെങ്കിൽ യു ആർ കോൺഫിഡൻറ്റ്, അങ്ങനെയൊക്കെ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പറയുക. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡേ 27 ആക്ടിവിറ്റി. അപ്പം എൻ്റെ പേര് ഷജീല ഹലീമ. ഞാനൊരു മൈൻഡ് പവർ ട്രെയിനറാണ്, അതുപോലെ തന്നെ ഒരു ലൈഫ് കോച്ചാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് എൻ്റെ ഗ്രൂപ്പിലേക്ക് ആഡ് ആവുക. അവിടെ നിന്ന് നിങ്ങൾക്ക് ക്ലാസ്സുകളുടെ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു വൺസ് അഗെയിൻ. ബൈ.